താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇന്ന് ദുരന്ത നിവാരണ വിഭാഗം സുരക്ഷാ പരിശോധന നടത്തും. റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണും പാറയും ഭാഗികമായി നീക്കം ചെയ്തെങ്കിലും ഗതാഗത നിരോധനം തുടരുകയാണ്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ കുറ്റ്യാടി ചുരം വഴിയാണ് പോകുന്നത്. 9ാം വളവിൽ നിന്ന് M കമലും അടിവാരത്ത് നിന്ന് ഇംതിയാസ് കരീമും ചേർന്നുണ്ട്. നമുക്കൊപ്പം M കമലിലേക്ക് ആദ്യം പോവുകയാണ്. കമൽ, ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായത് അവിടെ വാഹനങ്ങൾ പോകാത്ത സമയത്തായിരുന്നത് വലിയൊരു അപകടമാണ് ഒഴിവായത്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? അവിടെ മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ മാറ്റുന്നുണ്ടോ? ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധന എപ്പോഴായിരിക്കും നടക്കുക? സന്ധ്യ 7 മണിയോടെ ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. ഇന്നലെ ഏതാണ്ട് 10:30 എല്ലാവരും പിരിഞ്ഞു പോയതാണ്. ഇന്നലെ ഇടിഞ്ഞ ഭാഗത്ത് ഭാഗികമായി പാറക്കല്ലും മണ്ണും നീക്കം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും നീക്കം ചെയ്യണമെങ്കിൽ ഇന്ന് ഉച്ചവരെ ഉള്ള ഒരു പ്രയത്നം വേണ്ടിവരും. ഇന്നലെ ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടത്. നിലവിൽ ആംബുലൻസുകൾക്കും മറ്റ് അടിയന്തര സാഹചര്യത്തിലുള്ള വാഹനങ്ങൾക്കും മാത്രമേ ചുരത്തിലൂടെ യാത്രാനുമതിയുള്ളൂ. ബാക്കി വാഹനങ്ങളെല്ലാം തന്നെ കുറ്റ്യാടി ചുരം വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ അതിലേക്ക് കടന്നു പോകുന്നുണ്ട്. പക്ഷേ കുറ്റ്യാടി ചുരം വീതി കുറഞ്ഞ റോഡും അത്തരത്തിലുള്ള ഇത്രയും സൗകര്യമുള്ള ഒരു റോഡല്ല. അതുകൊണ്ട് തന്നെ വാഹന ബാഹുല്യം അവിടെയും ഗതാഗത കുരുക്കുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ആളുകൾ, സ്വകാര്യ വാഹനങ്ങളുമൊക്കെയായി റോഡിലിറങ്ങുന്ന ആളുകൾ യാത്ര മാറ്റിവെക്കണമെന്ന ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ പാറക്കല്ലുകൾ വലിയ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ പോലെ പാളികളായുള്ള പാറക്കഷ്ണങ്ങളാണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് തത്സമയം വാർത്ത നൽകിയപ്പോൾ വനം വകുപ്പിലെ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. കാരണം അവരാണ് ഇതിന് മുകളിൽ ഇന്നലെ രാത്രി തന്നെ പോയി സാഹചര്യം വിലയിരുത്തിയത്. അവർ പറഞ്ഞത് പക്ഷേ മുകളിൽ നിന്ന് ഇനി പെട്ടെന്ന് ഇടിഞ്ഞു വരാനുള്ള മണ്ണോ പാറയോ അത്തരത്തിലൊരു അപകടം മുകളിലില്ല എന്നുള്ള വിവരമാണ് മുകളിൽ പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത്. എന്താണെങ്കിലും ഇവിടെ ഈ പാറകൾ മാറ്റണമെങ്കിൽ അത് പൊട്ടിച്ചടക്കം നീക്കം ചെയ്യേണ്ടി വരും. യന്ത്രസഹായത്തോടെ പാറ പൊട്ടിച്ച് നീക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത്. നമുക്ക് ഇന്നലത്തേക്കാൾ വ്യക്തമായി ഇപ്പോൾ അടുത്തു നിന്ന് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പാറ ഒരു വലിയ പാറയാണ്. അത് പൊട്ടിച്ച് മാറ്റുക എന്നത് തന്നെ ദുഷ്കരമാണ്. എന്തായാലും അതിനുള്ള നടപടികളൊക്കെ തുടങ്ങും. ഇന്ന് പൂർണ്ണമായും അതിനുവേണ്ടി സമയം എടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ആ പാറയുടെ വലിപ്പമൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. എന്താണെങ്കിലും ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുക സമയമെടുക്കും. മാത്രമല്ല സുരക്ഷാ പരിശോധനയും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ചുരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം. ചുരം വയനാട് ഭാഗത്തു നിന്നുള്ള കവാടം കടന്ന് വ്യൂ പോയിന്റ് എത്തുന്നതിന് തൊട്ടു മുൻപ് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു, ആ നീർച്ചാൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ആയിട്ടാണോ അങ്ങനെ ഇടിഞ്ഞത് എന്നൊരു സംശയം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും സുരക്ഷാ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഗതാഗതം പൂർണ്ണതോതിൽ അനുവദിക്കുക. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ അത്യാവശ്യമല്ലാത്ത യാത്രകൾ മാറ്റിവെക്കുന്നതാകും ഉചിതം. ശരി, ഞാൻ കമലിലേക്കും ഇംതിയാസിലേക്കും തിരികെ വരാം. വയനാട് ചുരത്തിൽ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷമേ ഗതാഗതം പുനഃസ്ഥാപിക്കൂവെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. വാഹനങ്ങൾ കുറ്റ്യാടി ചുരത്തിലൂടെയോ നാടുകാണി ചുരത്തിലൂടെയോ പോകണമെന്നും കളക്ടർ പറഞ്ഞു. നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം. പിന്നെ അനാവശ്യമായിട്ട് ആൾക്കാർ ഇത് കാണാനോ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ദയവായി വരാറുത്. അതൊരു അഭ്യർത്ഥന. 7 o'clock വിൽ സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 7 മണിക്ക് അതെ അവർ പോയിരുന്നു. അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞതും. വരാനുള്ള ഡെബ്രിസ് ഒക്കെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ അവിടെ വെള്ളസ്രോതസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞതും. എന്തായാലും നാളെ നമുക്ക് കോർ കമ്മിറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഒരു പരിശോധന നടത്തിയിട്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. തത്കാലം അത്യാവശ്യമുള്ള ആൾക്കാരും പോയി വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് റെഗുലറായിട്ട് ട്രാഫിക് നമുക്ക് കടത്തിവിടാൻ പറ്റൂല.